ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ കഴിക്കാൻ അതിനേക്കാൾ എളുപ്പമുള്ളതുമായ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ലക്ഷദ്വീപുകാരുടെ കിലാഞ്ചിയാണ് കേട്ടോ. കിലാഞ്ചിയും പാലും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കിലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് പച്ചരി 2 മണിക്കൂർ നന്നായിട്ട് 5-6 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് കഴുകി കുതിർത്തി എടുത്തതാണ് കേട്ടോ. 2 മണിക്കൂർ കുതിർക്കണേ. ഈ മെഷർമെൻറ്റ് കപ്പിനാണ് എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ പച്ചരി എന്ന് വെച്ചാൽ മാവ് പച്ചരി എന്ന് പറയും. ആ പച്ചരിയാണ് കേട്ടോ എടുത്തേക്കണത്. ഇതേപോലെയാണ് മാവ് പച്ചരി ഉണ്ടാവുക. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിനും ഇതേപോലെ കിലാഞ്ചിക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മാവ് പച്ചരി എടുക്കുക. അതല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ദോശക്കൊക്കെ ആണെങ്കിൽ പൊന്നി പച്ചരി എടുത്താൽ മതിയേ. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരികളില്ലാണ്ട് നമുക്ക് അരച്ചെടുക്കണേ. അപ്പോൾ ഇനി നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരക്കണം കേട്ടോ, ഒട്ടും തരിയില്ലാതെ. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ 3 മുട്ടയാണ് ചേർക്കണത്. 1/2 കപ്പ് അരിക്ക് 1 മുട്ട കേട്ടോ, അതിൻ്റെ കണക്ക് അങ്ങനെയാണ്. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 3 മുട്ട. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ മുട്ട ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഈ പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ട് എന്നാലും ഒട്ടും തരികളില്ലാണ്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരപ്പില്ലേ അത് നമുക്ക് അരിച്ചെടുക്കണം. കാരണം അത്രയും ഫൈനായിട്ടുള്ള മാവാണ് ഇതിന് വേണ്ടി വേണ്ടത് കേട്ടോ, ഒട്ടും തരിയില്ലാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും തരികളോ എന്തെങ്കിലും അരയാണ്ട് അടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടോ നമ്മളിത് അരിച്ചെടുക്കണത്. ഞാൻ ആ മാവ് പച്ചരി എന്ന് പറഞ്ഞില്ല, അത് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു വരും കേട്ടോ. നന്നായിട്ട് കുതിരുകയാണെങ്കിൽ നല്ലതുപോലെ അരഞ്ഞു വരും. മറ്റുള്ള പച്ചരി പോലെ ഹാർഡല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാവ് പച്ചരി തന്നെ ഇതിന് വേണ്ടി എടുക്കണമെന്നുള്ളത്. ഇതേപോലെ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ. അപ്പോൾ അതിലേക്ക് നമുക്കിനി 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസായിരിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായിട്ട് വേണേ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ കട്ടിയില്ലാത്ത ബാറ്റർ ആയിരിക്കണം കേട്ടോ. വളരെ നൈസായിട്ട് ചുട്ടെടുക്കേണ്ട ഒരു അപ്പാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ സ്പൂൺ വെച്ച് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്പൂണിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുക. അപ്പോൾ അത്രയ്ക്ക് ലൂസായിരിക്കണേ. വളരെ നൈസായിട്ട് ചുട്ടെടുക്കേണ്ട ഒരു അപ്പാണത്. അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടായി കിടക്കണ ദോശ തവയിലേക്ക് നമുക്ക് 1 തവി മാവ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഹോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ മാവ് അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിന് നമ്മൾ നോക്കി നിൽക്കലേ തന്നെത്താൻ ദോശ ചുരുങ്ങി വരുവേ. അപ്പോൾ ഇനി ദോശ വെന്ത് വരുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ 4 വശം ആദ്യം ഈ വലിയ വശം ഒന്ന് മടക്കി കൊടുക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ മടക്കുക. എന്നിട്ട് 2 വശത്തുനിന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കിലാഞ്ചി നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ദോശത്തവയിൽ വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. പ്ലേറ്റിലേക്ക് ദോശ മാറ്റി കൊടുത്തിട്ട് അവിടെ നിന്ന് മടക്കിയെടുത്താലും മതിയേ. അപ്പോൾ ഇതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ തവയിലേക്ക് മാവ് ഒഴിച്ചിട്ട് കൂടുതൽ ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ മാവ് ബാക്കിയുള്ളത് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് വിട്ട് വരും, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ദോശ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് മടക്കിയെടുത്താൽ മതിയിട്ട്. അപ്പോൾ പിന്നെ കൈയൊന്നും പോലുള്ള പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ 4 വശത്ത് ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കിലാഞ്ചി ഉണ്ടാക്കണത് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ദോശ. തൊട്ടാൽ തന്നെ പൊട്ടിപ്പോവും. കാരണം അത്രയും നൈസായിട്ടാണല്ലോ നമ്മളിതിൻ്റെ മാവ് ബാറ്റർ കലക്കിയെടുക്കണത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലെ മടക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു ബൗളിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ
ഈ കിലാഞ്ചിക്ക് കൂട്ടി കഴിക്കണത് ഇതുമാണ് കേട്ടോ, അല്ലാണ്ട് ഇറച്ചിക്കറിയോ അല്ലാണ്ട് ബീഫ് കറിയോ മീൻ കറിയോ അങ്ങനെയൊന്നല്ല. ഇതിൻ്റെ കൂടെ കഴിക്കണ കറി എന്ന് വെച്ചാൽ ഇതാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അരിയിച്ചെടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൂവമ്പഴാണ്, നല്ല പഴുത്ത പൂവമ്പഴം നമുക്ക് തേങ്ങാപ്പാലോട്ട് ചേർക്കാം. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ കിലാഞ്ചി കഴിക്കുക. അപ്പോൾ ഇത് ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞ് പുതിയാപ്ല സൽക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, വളരെ സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകും ഇത്. അതിപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ.